ഇന്നിപ്പോ രാവിലെ ഞാൻ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിച്ചത്. അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പം മമ്മൂക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ട് അടുത്ത് കിടക്കുന്നു, തൊട്ടടുത്താണ് ഫ്ലാറ്റില്. അല്ല, മമ്മൂക്കായിട്ട് ഗൗതം മേനോൻ സാറിന്റെ നിമിത്തമാണെന്ന് പറഞ്ഞത്. കാരണം ഞാൻ കുറെ കാലം മമ്മൂക്കയുടെ ഷൂട്ട് അടുത്ത് എവിടെയെങ്കിലും കണ്ടിട്ട്. അല്ല, സീരിയസ്ലി ഷൂട്ട് തന്നെ കണ്ടിട്ട് കുറെ കാലം. ഷൂട്ട് തന്നെ കണ്ടിട്ട് കുറെ. ഞാൻ ഇപ്പൊ എമ്പുരാനാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. അതിനൊരു കഥയുണ്ട്. ലൂസിഫറിൽ ഡബ് ചെയ്യാൻ വിളിച്ചു, ഡബ് ചെയ്യാൻ വിളിച്ചിട്ട് ഡബ് ചെയ്തു. അപ്പൊ അത് ശരിയാവാത്തോണ്ട് ഇതിൽ റോൾ കൊടുത്തു. ഇത് ശരിയായില്ലെങ്കിൽ തിരിച്ച് ഡബിങ്ങിലോട്ട് തന്നെ പോകും. ഞാൻ സ്വാമി സാറിനെ എല്ലാ വർഷത്തിലും ഈ പറഞ്ഞ 3-4 വട്ടം വിളിച്ചു, സാർ എനിക്കൊരു അവസരം തരണം, എനിക്കൊരു അവസരം തരണം എന്നൊക്കെ ചോദിച്ചു. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും വിളിച്ചു ചോദിച്ചു. അപ്പോഴും സാർ ഓക്കെ ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത സ്വാമി സാർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇവൻ നായകൻ. സ്വാമി സാറിന് എന്ത് പറ്റിയെന്നുള്ളതല്ല, അതിന് ഏറ്റവും വലിയ കൂടി പറയുമോ, എന്നെ തന്നെ എന്തിനാണ് ആലോചിച്ച് പറഞ്ഞൂടാ. അതിന് 2 സീൻ സാർ എന്ത് പറ്റി, മണിക്കൂട്ടൻ ചേട്ടനിൽ ഞാനൊരു കുഞ്ഞു ധ്യാനെ കാണുന്നുണ്ട്. ഞാൻ എടുത്തിട്ട് നീ അവസാനം എന്റെ കിരീടത്തിൽ നോക്കി ഞാൻ പാട്ട് പാടും. ലൈഫിൽ എന്ത് സീക്രട്ടും വിശ്വസിച്ച് പറയാവുന്ന ഒരാളുണ്ട്, നീയും പറയണേ. എന്റെ അങ്ങനെ ഒരാളേ ഇല്ല. വൈഫിനോട് പറയും. വൈഫിനോട്? ഓക്കെ, എനിക്ക് വൈഫിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഹിറ്റാണ്. അതെനിക്കറിയാം. അതെ അതെ. അതിൽ എന്റെ ഇന്റർവ്യൂവിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ഒരിക്കലുമില്ല. വലിയ ലോറിയൊക്കെ ഓടുന്നതേ അതിൽ വെച്ച നാരങ്ങയ്ക്ക് എന്ന് പറഞ്ഞ നാരങ്ങയ്ക്ക് ഒരു അഹങ്കാരമുണ്ട്. അതുപോലെ വർഷങ്ങൾക്ക് ശേഷം വലിയ കരിയർ ലോറിയൊക്കെ ഓടുന്നത് അതിൽ വെച്ചാണ് നാരങ്ങ കൊണ്ടാണ്, എഞ്ചിനും ഒന്നുമല്ല. അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങൾ അഭിനയിക്കുമ്പോൾ പോലും ഞങ്ങൾ അഭിനയിക്കും പോലെ കാരണല്ലേ എന്താന്ന് നമുക്ക് രണ്ടാമത് അറിഞ്ഞൂടാ. ആ സീനിൽ എന്താ നടക്കണം നമ്മൾ അറിയുന്നില്ല. ഞാൻ അത് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഇനി ക്യാരക്ടറായിട്ടിരിക്കുന്ന പിന്നെയാണ് മനസ്സിലായി ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ്. ഓപ്പോസിറ്റ് അതേപോലെ ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന പോലെ ധ്യാനിന്റെ എല്ലാ സിനിമകളും കാണുന്ന ആളാണ്. എല്ലാ സിനിമകളും ഞാൻ കാണും. എല്ലാ സിനിമ ഹിക്വിറ്റ് അല്ല, തിയേറ്ററിൽ പോയില്ല. തിയേറ്ററിൽ പോയില്ല, ഞാൻ ഉടനെ കണ്ടിട്ടുണ്ട്. പ്രണയം സീക്രട്ട് ആയിരുന്നോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ, പിന്നെ അതിന് സീക്രട്ട് ആയിട്ട് കുറച്ച് ആൾക്കാരത് കാണട്ടെ. പ്രണയിക്കാൻ കല്യാണം കഴിക്കാത്ത ആളാ പറയുന്നത്. കല്യാണം കഴിക്കുന്നവർ പ്രണയിക്കണമെന്നില്ലല്ലോ, കല്യാണം കഴിക്കാത്തവർ പ്രണയിക്കണമെന്നില്ലല്ലോ, കല്യാണം കഴിച്ചവരും പ്രണയിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താ? എനിക്ക് മണിക്കൂർ ചേട്ടൻ കാണുമ്പോഴേ പ്രായം കൂടുന്തോറും ചെറുപ്പമായിട്ട് വരുന്ന പോലെ ഒരു ഫീൽ ഇല്ലേ? എനിക്കങ്ങനെ ഫീലൊന്നും